ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് വീണ്ടും ഗ്രാനിയാണ് കളിക്കുന്നത്. ഗ്രാനിയുടെ മെയിൻ ഡോർ എസ്കേപ്പ് ചെയ്യാനുണ്ട് പ്ലാൻ. അപ്പോൾ ഡേ 1 തന്നെ എസ്കേപ്പ് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ ഗെയിം പ്ലേ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഡേ 1 സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഗ്രാനിയുടെ വീട്ടിൽ വീണ്ടും വന്നേക്കുവാണ്. അവിടെ ബുക്ക് ഇരിക്കുന്നുണ്ട്. തുടക്കത്തിൽ തന്നെ ബുക്ക് ഇവിടെ ഉണ്ട്. അന്നേരം ഗ്രാനിനെ പഞ്ഞിക്കിടാനുള്ള വഴി നോക്കാം. ഇവിടെ റൂപ്പ് ഇട്ട് കഥകിൻ്റെ പുറകിൽ വിളിച്ചിരിക്കുക. ശരി, ഗ്രാനി വരുന്നോണം വരെ വെയിറ്റ് ചെയ്യുക. ഗ്രാനി വന്നിട്ടുണ്ട്. നമ്മളെ ഗ്രാനി കണ്ടു. അറിയാണ്ട് ആ പെയിന്റിങ് തട്ടി താഴെ ഇട്ടു. അയ്യോ, വരായിരുന്ന വഴി മാറിപ്പോയി. ഗെയിലോ ഗ്രാനിയെ അത് പുകച്ചു കൊല്ല. അതിനിപ്പുറം ഗ്രാനിനെ കൊണ്ട് വേറൊരു പരിപാടി ചെയ്യിക്കാനുണ്ട്. ഇനിയിപ്പോൾ ഇതിലെ വരും. വണ്ടിയിലെ വന്നു. നമുക്ക് നേരെ പോയ പ്ലാങ്ക് ഗ്രാനിനെ കൊണ്ട് തന്നെ അഴിച്ചു മാറ്റിക്കുക മേളിലത്തെ മുറിയിലെ. ഇതിവിടെ ഡ്രോപ്പ് ചെയ്യുക. നോക്കി ബോക്സിനകത്ത് കയറി വിളിച്ചിരിക്കുക. 2000 years later. നമ്മുടെ ഗ്രാനി വന്നിട്ടുണ്ട്. അത് നമുക്ക് പണിഞ്ഞിട്ട് പോയി. ഒന്നും കൂടെ നമുക്ക് നോക്കാം. ഇത് കഴിഞ്ഞ പ്രാവശ്യം നൈറ്റ് മെയർ കളിച്ചോണ്ടിരുന്നപ്പോൾ പറ്റിയ അത് പ്രശ്നം. നമുക്ക് ആദ്യം ഇത് തട്ടി താഴെ ഇടാം. A few minutes later. ഗ്രാനിയെ തട്ടി താഴെ. മറിഞ്ഞു വീണില്ല. ഒന്നും കൂടെ നോക്കാം. കൂടെ തിരിച്ചു പോട്ടെ. ഉള്ളിലേക്ക് അടിച്ചിടാം. ഈ വർക്കായില്ലെങ്കിൽ അത് എടുക്കാനും പറ്റില്ല. ജസ്റ്റ് മിസ്. ഇപ്പം സാധനം മറിഞ്ഞു വിടാനെ കണ്ടോ ഗ്രാനി അത് മറിച്ചിട്ടു. തിരിച്ചു പോയി കണ്ട് നമുക്കൊരു ഗ്രാനിനെ പുകച്ചു കൊല്ല. അപ്പം അത്രയും കാര്യം നമുക്ക് ഗ്രാനി എളുപ്പമാക്കി തന്നിട്ടുണ്ട്. ഈ നോക്കി ഒന്ന് പോവും. കണ്ടോ, പറഞ്ഞതേ തിരിച്ചു. പോണുണ്ടോ? ഗ്രാനി പോയിട്ടുണ്ട്. അതിനെടുക്കുമ്പോഴത്തേക്ക് ശബ്ദം കേൾക്കുമോ? അല്ല, ഗ്രാനി പോയില്ലേ? നമുക്ക് ഇതിലെ പോവാം. നമുക്ക് ഗ്രാനി ഇതിലെ പറ്റിക്കാം. ആദ്യം വീൽ ക്രാങ്കാ. എൻ്റെ അമ്മേ, നമുക്ക് വീൽ ക്രാങ്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഗ്രാനിനെ പോയി പുകച്ചു കൊല്ല. നമുക്ക് അവിടെ വീൽ ക്രാങ്ക് കിട്ടിയിട്ടുണ്ട്. വീൽ ക്രാങ്കും ബുക്ക് നമ്മുടെ സ്റ്റാർട്ടിങ് റൂമിൽ തന്നെ ഉണ്ട്. അയ്യോ, ഇപ്പോൾ പണിഞ്ഞാൽ അവിടെ ഇരിക്കട്ടെ. ഈ ഗ്രാനി വരുന്നോടെ വരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, പോരെ. ഗ്രാനിനെ പുകച്ചു കൊല്ലാൻ പോവാണ് നമ്മള്. അടക്കി പെട്ടതടക്ക്. ഓക്കെ, ഇനി നമുക്ക് പോയി ആഞ്ചലീനെ ഫ്രീ ചെയ്യാം. ബുക്ക് എടുത്തോണ്ട് പോയിട്ട്. ബുക്ക് നമ്മുടെ സ്റ്റാർട്ടിങ് റൂമിൽ തന്നെ ഉണ്ട്. നമുക്ക് ആഞ്ചലീനെ പോയി ഫ്രീ ചെയ്തിട്ട് സ്പൈഡർ കീയുടെ കാര്യം കൂടെ ഒന്ന് സെറ്റാക്കാം. ഓക്കെ,
ഇവിടെ പാഡ്ലോക്ക് മറ്റേ റിമോട്ടില്ല. ചില നേരത്ത് അവിടെ റിമോട്ട് സ്പോൺ ആവാറുണ്ട്. ഓ, ഇവിടെ ട്രാപ്പ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കാം. ഇവിടെ ഉള്ളത് മീറ്റാണ്. ഇതിൻ്റെ ഉള്ളിലൊന്നുമില്ല. നമുക്ക് വെപ്പൺകി ഇരിക്കുന്നത് നമ്മളെ സ്പൈഡർ സെല്ലാറിൽ പോകുന്ന ആ വഴിക്കാണ്. അവിടെയുള്ളത് സേഫ് കീ. ആഞ്ചലിനെ പെട്ടെന്നൊന്ന് തുപ്പുമായിരുന്നെങ്കിൽ പെട്ടെന്ന് തന്നെ വെപ്പൺകി എടുക്കായിരുന്നു. പെട്ടെന്ന് വാ. ഇതുപോലെ പോയി കഴിഞ്ഞാൽ ഗ്രാനി ഇപ്പോൾ റീസ്പോൺ ആവും. ഓക്കെ, തുപ്പിയിട്ടുണ്ട്. ഇനി നമുക്ക് പോയി സ്പൈഡർ സെല്ലാറിലേക്ക് പോവാം. ഗ്രാനി റീസ്പോൺ ആകാറായി കാണും, അറിയത്തില്ല. വെപ്പൺകി അവിടെയാണെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, വെപ്പൺകി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഐറ്റം ആയിട്ടുണ്ട്. ഗ്രാനി റീസ്പോൺ ആയിട്ടുണ്ടായിരിക്കുമോ? നമുക്ക് നോക്കാം ഗ്രാനി വരുമോന്ന്. ഫ്രണ്ട്സ്, അവിടെ ഗ്രാനി റീസ്പോൺ ആയിട്ടുണ്ടെന്നാണ് തോന്നണത്. അതേ വന്നിട്ടുണ്ട്. വാ അതിലെ വാ. നമുക്കിനി പോയി വെപ്പൺ തുറക്കണം. ഓക്കെ, പെട്ടെന്ന് നോക്കോ. ഓക്കെ, ഗ്രാനീനെ നമ്മൾ പറ്റിച്ചു. ഇനി നമുക്ക് പോയി പഞ്ഞിക്കിടണം ഗ്രാനീനെ. ഓക്കെ, ഞാൻ സൗണ്ട് കേൾപ്പിച്ചിട്ടുണ്ട്. ഗ്രാനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഗ്രാനി വന്നിട്ടുണ്ട്. ഓക്കെ, ഗ്രാനിയുടെ മോന്തയ്ക്ക് നോക്കി കൊടുത്തിട്ടുണ്ട് നമ്മൾ. ഇനി നമുക്ക് ബാക്കി വേണ്ട സാധനങ്ങളെ കണ്ടുപിടിക്കാം. അവിടെ വീൽ ക്രാക്ക് നമുക്ക് കിട്ടിയായിരുന്നു. നമുക്ക് വേണ്ട കാർക്കി റെഡ് കോഗ് വീൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെയൊക്കെ എത്തിയിട്ടുണ്ടോ നോക്കാം. ഇവിടെ ഒന്നുമില്ല. ഗ്യാസിൽ നമുക്ക് ആവശ്യമില്ല, കാരണം നമ്മൾ മെയിൻ ഡോർ എസ്കേപ്പാണ് നോക്കുന്നത്. ഗ്രാനി ഇതേ ചത്ത് കിടക്കുന്നുണ്ട്. അതേ പോയി, ഗ്രാനി മാഞ്ഞു പോയി. ഓ ഗൈസ്, കാർക്കി കിട്ടിയിട്ടുണ്ട്. കാറിനകത്ത് നമുക്ക് എന്നെ നോക്കാം. കാർക്കി കിട്ടിയിട്ടുണ്ട്. കാറിൽ ഹാമറാണുള്ളത്. ഹാമർ കൊണ്ട് മറ്റേ ഓൾഡ് റൂം, ആ റൂമിലെ പോയി തുറക്കാം. പിന്നെ നമുക്ക് മറ്റേ ഫ്രീസ് ട്രാപ്പ് എടുക്കണം. ഫ്രീസ് ട്രാപ്പ് എടുത്താലാണ് കുറച്ചും കൂടെ എളുപ്പം. ഓക്കെ, ഇതിലെ പോയി തുറക്കാം നമുക്ക്. ഓക്കെ, നമ്മളത് ഇറക്കിയിട്ടുണ്ട്. നമുക്ക് ഫ്രീസ് ട്രാപ്പ് എടുക്കാം. ക്രോസ് ബോ എടുത്തിട്ട് അപ്പോൾ നമുക്ക് ഫ്രീസ് ട്രാപ്പും കിട്ടിയിട്ടുണ്ട്. ഈ മുറിക്കകത്തുണ്ട്. ഫ്രീസ് ട്രാപ്പ് ആണെങ്കിലാണ് കുറച്ചും കൂടെ എളുപ്പം. നമ്മൾ ക്രോസ് ബോ താഴത്തേക്ക് ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ ട്രാങ്കുലൈസർ അതിൽ നിന്ന് താഴെ പോവും. അതാണ് പ്രശ്നം. പിന്നെ ഗ്രാനിനെ ഒന്നും കൂടെ കൊല്ലാം. ഓക്കെ, നമ്മൾ ഫ്രീസ് ട്രാപ്പ് അവിടെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് വെച്ച് ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കാം. പിന്നെ ഇവിടെയൊക്കെ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. ഇവിടെ ഒന്നും കാണാനില്ല. ഓക്കെ, ഇവിടെ നമ്മുടെ സിലിണ്ടറിൻ്റെ ടെടി മാത്രമേ ഉള്ളൂ. ഓ, നമ്മളെന്തായാലും ശബ്ദം ഉണ്ടാക്കിയത് നന്നായി. ഗ്രാനി ഇത്ര പെട്ടെന്ന് റീസ്പോൺ ആയിരുന്നല്ലേ. എത്ര വട്ടം റീസ്പോൺ ആയെന്ന് പ്രതീക്ഷിച്ചില്ല. ഇവിടെ എന്താ ഉള്ളത്? ഇവിടെ എൻജിൻ പാർട്ട് ആവശ്യമില്ല. നമുക്ക് ആ മെയിൻ ഡോറിൻ്റെ ആദ്യത്തെ സാധനമായിട്ടുണ്ട്.
മെയിൻ ഡോറിൽ നിന്ന് അത് അഴിച്ചു കളയാം. ഇനി നമുക്ക് വേണ്ട കട്ടിങ് പ്ലേയേഴ്സ്. എന്നാൽ നമുക്ക് മറ്റേ വയേഴ്സ് രണ്ടും കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ ഒരു പാഡ്ലോക്കിയും. ഇതിനകത്ത് മറ്റേ ചെയിൻ കട്ടർ ഉണ്ടോ നോക്കട്ടെ. ചെയിൻ കട്ടർ ആണെങ്കിൽ നമുക്ക് മതിയായിരുന്നു. ഇതിനകത്തില്ല. ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ? ഇതിൻ്റെ ഉള്ളിൽ ഫ്രഞ്ചുണ്ട്. ഇവിടെയൊന്നും ഒന്നുമില്ല. ചെയിൻ കട്ടർ ഒന്ന് കിട്ടുമായിരുന്നു, കൊള്ളായിരുന്നു. ഇവിടെയൊക്കെ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. ഇവിടെ ഒന്നുമില്ല ഗൈസ്. നമ്മൾ എവിടെയൊക്കെ പോയി നോക്കണ്ട്. ഇതിലൊന്ന് പോയി നോക്കാം. ഇവിടെ നമ്മുടെ റിമോട്ട് കൺട്രോൾ ഉണ്ട്. അതിന് ആവശ്യമുണ്ടെന്നാണ് തോന്നുന്നത്. ഇവിടെ നമ്മുടെ ബേഡ് സീഡ്. ഓ, നമ്മുടെ ചെസ്റ്റ് പസിലിൻ്റെ ഇത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആ വീൽ കറാങ്ക് എടുത്തൊന്ന് പോയി നോക്കാം. നമ്മുടെ ആഞ്ചലീനയുടെ അടുത്ത്. അപ്പോൾ ഗ്രാനി റീസ്പോൺ ആകാറായിരിക്കുമോ അറിയില്ല. നമുക്ക് മുകളിലേക്ക് പോവാം. എൻ്റെ വീൽ കറാങ്ക് എടുത്ത് നമ്മുടെ സ്പൈഡർ ചേച്ചിയുടെ അടുത്തേക്ക് പോവാം. ഓക്കെ, നമുക്ക് വീൽ കറാങ്ക് കിട്ടിയിട്ടുണ്ട്. 2 മിനിറ്റ് ആകാറായില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മുടെ സ്ക്രൂ ഡ്രൈവർ വേണമല്ലോ, അതും കൂടെ എടുത്തിട്ട് പോവാം നമുക്ക്. ഗ്രാനി റീസ്പോൺ ആകാറായെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഗ്രാനിനെ കൊല്ലാം. ഇത് ഇവിടെ ഇരിക്കട്ടെ. എടുത്തുകൊണ്ടിട്ട് ഗ്രാനിനെ നമുക്ക് വിളിച്ചു വരുത്തി കൊല്ലാം. റീസ്പോൺ ആകാറായിരുന്നു. എന്തായാലും ഇപ്പോൾ തോന്നിയത് നന്നായി. ഇനി നമുക്ക് മറ്റേ സ്ക്രൂ ഡ്രൈവർ മേടിക്കാം. ഗൈസ്, ആ കട്ടിങ് പ്ലേയേഴ്സ് കാക്കയുടെ കൂടുതലുണ്ട്. അത് ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത് ഈ ക്രോസ് എടുക്കാൻ പോയപ്പം. അപ്പോൾ നമുക്ക് സ്ക്രൂ ഡ്രൈവറും കിട്ടിയിട്ടുണ്ട്. അവിടെ സ്ക്രൂ ഡ്രൈവർ സേഫിൽ തന്നെ ഉള്ളത് നോക്കാം. എന്നിട്ട് ഈ സ്ക്രൂ ഡ്രൈവറും കൂടെ കൊണ്ടുപോയിട്ട് നോക്കാം. മറ്റേ സ്പൈഡർ സെല്ലാറിലെ സ്ക്രൂ ഡ്രൈവർ സേഫിൽ തന്നെ ഉള്ളത്. ഇവിടുന്ന് പ്ലേ ഹൗസ് കീ ആണ് നമുക്ക് കിട്ടിയത്. എനിക്കൊന്ന് പ്ലേ ഹൗസിലാന്ന് തോന്നുന്നു മാസ്റ്റർ കീ ഉള്ളത്. നമുക്ക് നോക്കാം. ഇതിലൊരു ഗ്ലിച്ച് ഉണ്ട്. ആ ഗ്ലിച്ച് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങളതിനകത്ത് വർക്കാവുമെന്ന് അറിയത്തില്ല. ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ വർക്കായിട്ടുണ്ട് ഗ്ലിച്ച്. എൻ്റെ ഉള്ളിലാണ് മാസ്റ്റർ കീ എന്ന് തോന്നുന്നു. ഇവിടെ നിന്നിട്ട് ഇങ്ങനെ നോക്കി കഴിയുമ്പോൾ നമുക്ക് കിട്ടുമോ എന്ന് നോക്കാം. നല്ല കേസ് ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ വെച്ച് കഴിയുമ്പോൾ അല്ല മാസ്റ്റർ കീ എഴുതിയേക്കുന്ന കാണിക്കാം. അപ്പോൾ നമുക്ക് മാസ്റ്റർ കീ മറ്റേ കോകുവിൽ 2 ഇല്ലാതെ നമുക്ക് എടുക്കാൻ പറ്റും. അല്ല ഗൈസ്, ഓ ഗ്രാനി നമ്മളെ കണ്ടിട്ടുണ്ടല്ലോ. ഗ്രാനി റീസ്പോൺ ആയ റോഡെന്ന്. എവിടെയാ ഗ്രാനി? കാണാനില്ലല്ലോ. തേ നിൽക്കണു. എൻ്റെ പൊന്നോ, അത് ജസ്റ്റ് മിസ്സായിരുന്നു. ഇങ്ങോട്ട് വാ. ഓക്കെ, നമുക്ക് ഗ്രാൻഡിനെ ഒന്നും കൂടെ ഇങ്ങോട്ട് വിളിച്ചു വരുത്താം. നമുക്കവിടെ ക്രോസ് ബോ വെച്ചിട്ടില്ലായിരുന്നോ? പോരാ എൻ്റെ മുപ്പം ഗ്ലിച്ച് അടിച്ച് കഴിഞ്ഞാൽ. ഓക്കെ ഗൈസ്, നമുക്ക് ഗ്രാൻഡിനെ ഒന്നും കൂടെ പഞ്ഞിക്കിടാം. അവിടെ ക്രോസ് ബോയും ട്രാങ്കുലൈസറും ഇവിടെ ഉണ്ട്. പെട്ടെന്ന് എടുക്ക്. ഓക്കെ ഗ്രാനി വരൂ. ഓക്കെ, ഗ്രാൻഡിനെ നമ്മൾ പഞ്ഞിക്കിട്ടിട്ടുണ്ട്. മാസ്റ്റർ കീ എന്തി ഇവിടെ ഉണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള 2ാമത്തെ സാധനമായിട്ടുണ്ട്. ഇനി നമുക്ക് ആ വീൽ ക്രാങ്കും സ്ക്രൂ ഡ്രൈവറും എടുത്ത് നമുക്ക് സ്പൈഡർ സെല്ലാറിലേക്ക് പോകാം. ഞാൻ സ്പൈഡർ സെല്ലാറിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ വീൽ ക്രാങ്ക് നോക്കാം. ഞാൻ നമ്മുടെ ഗ്യാരേജിൻ്റെ അവിടെ കൊണ്ട് ഫ്രീ സ്ട്രാപ്പ് വെച്ചിട്ടുണ്ട്. ഗ്രാനി അതിൽ ഗ്രാനി വീണു. ഇത്ര പെട്ടെന്ന് ഗ്രാനി റീസ്പോൺ ആവൂലേ? 2 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട്.
ഓക്കെ ഗൈസ്, നമ്മുടെ ആഞ്ചലീന അങ്ങോട്ട് പോയിട്ടുണ്ട്. അമ്മേ, നമുക്ക് അതിൻ്റെ വീൽ ക്രാങ്ക് കൊണ്ട് നോക്കാം. എന്നിട്ട് നമുക്ക് സ്ക്രൂ ഡ്രൈവർ സീഫ് തുറന്ന് നോക്കാം. നമ്മുടെ കട്ടിംഗ് പ്ലേയേഴ്സും ക്രോഡ ഇതും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആഞ്ചലീന വരുന്നുണ്ടോ നോക്കാം. അതാണ് സേഫ്. ഇതിലേ വരുന്നതെന്ന് അറിയത്തില്ല. അത് നമ്മുടെ റൈറ്റ് സൈഡിലേക്ക് പോകുമായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഉപകാരം ഉണ്ടായിരുന്നു. തിരിച്ച് ലെഫ്റ്റ് സൈഡിലേക്ക് തന്നെ പോയി. എൻ്റെ അമ്മോ, നമ്മളെ പണിയാനുള്ള പരിപാടിയായിരുന്നു. ആണ്ടവന് അങ്ങോട്ട് പോയി. വന്നിട്ട് അവിടെ നിൽക്കുക. അങ്ങോട്ട് പോകോ, മുകളിലേക്ക് പോകോ ഗൈസ്? മുകളിലേക്ക് പോയി. എന്തായാലും നല്ല കാര്യമായി. നമുക്ക് കിട്ടാനുള്ള പാഡ്ലോക്കിങ് കൂടെ ഉള്ളൂ. അത് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടായാൽ മതിയായിരുന്നു. നോക്കട്ടെ. ഇതിന് 4 സ്ക്രൂ ഉണ്ട് കേട്ടോ അഴിക്കാനായിട്ട്. സ്പാർക്ക് പ്ലഗ്. നമുക്ക് ഇനി ആ ചെസ്റ്റ് ബസ്സിൻ്റെ വണ്ണല്ലായിരുന്നു കണ്ടത്, അതും കൂടെ ഒന്ന് പോയി നോക്കാം. ഞാൻ അതിൽ നിന്ന് പാഡ്ലോക്ക് പ്രതീക്ഷിച്ചായിരുന്നു. നമുക്ക് നോക്കാം. ഇവിടെ സ്പെഷ്യൽ കീ ആണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് കിട്ടാനുള്ള പാഡ്ലോക്ക് മാത്രമാണ്. ബാക്കി എല്ലാ സാധനം ഏകദേശം കിട്ടിയിട്ടുണ്ട്. ഇവിടെ ആഞ്ചലീന വരുമോ നോക്കാം. ഗൈസ്, നമ്മൾ ആ വീൽ ക്രാങ്ക് വെച്ച് തുറന്ന സ്ഥലത്തു നിന്ന് ഒരു വിഞ്ച് ഹാൻഡിൽ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ഏഞ്ചലീന വരുമോ നോക്കാം. എന്നിട്ട് നമുക്ക് വീണ്ടും ഗ്രാനിയുടെ വീട്ടിലേക്ക് തന്നെ പോവാം. നമ്മുടെ ഗ്രാനിയുടെ സ്ഥലത്ത് തന്നെ വന്നിട്ടുണ്ട്. ഗ്രാനീനൊന്ന് വഞ്ഞിക്ക് കേട്ടാ. ഫ്രണ്ട്സ്, നമുക്ക് കിണറിൽ നിന്ന് മെലൺ കിട്ടിയിട്ടുണ്ട്. മെലൺ മുറിച്ച് നോക്കാം. ഇതിനകത്തുനിന്ന് പാഡ്ലോക്ക് കിട്ടുമായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. മറ്റേ ഗ്രാനിനെ പഞ്ഞിക്കിട്ടായിരുന്നു. ഗൈസ്, പാഡ്ലോക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഈ ഗ്രാനി വരുമോ നോക്കി നമുക്ക് ഗ്രാനിൻ്റെ പഞ്ഞിക്കിടാൻ നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ പാഡ്ലോക്ക് വെച്ച് അതും തോന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ കാക്കക്കൂട്ടിയിൽ നിന്ന് കട്ടിംഗ് പ്ലേയേഴ്സും കൂടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ഞാൻ എടുക്കാൻ പോവാണ്. ഇപ്പുറം നമുക്ക് മറ്റേ ഷെഡിൻ്റെ അവിടെ ആയിട്ട് ബേർഡ് സീഡില്ലേ, അതും കൂടെ പോയി എടുത്തിട്ട് വരാം. എന്നിട്ട് നമുക്ക് കാക്കേനെ മാറ്റിയിട്ട് കട്ടിംഗ് പ്ലേയേഴ്സും കൂടെ എടുക്കാം. ഓക്കെ, നമുക്ക് ഇവിടുന്ന് ബേർഡ് സീഡ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് കട്ടിംഗ് പ്ലേയേഴ്സും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കെല്ലാം ആയിട്ടുണ്ട്. ഇനി നമുക്ക് മെയിൻ ഡോർ എസ്കേപ്പ് ചെയ്യാം. നമ്മൾ ആദ്യത്തെ വയർ കട്ട് ചെയ്തിട്ടുണ്ട്, രണ്ടാമത്തെയും കട്ട് ചെയ്തു. ഓക്കെ ഗൈസ്, നമ്മൾ മെയിൻ ഡോർ എസ്കേപ്പ് ചെയ്യാൻ പോവുകയാണ്. ഗൈസ്, നമ്മളങ്ങനെ ഗ്രാനിയുടെ വീട്ടിൽ നിന്ന് മെയിൻ ഡോർ എസ്കേപ്പ് ചെയ്തിരിക്കുകയാണ്. ഗൈസ്, നേരത്തെ ഒരു സ്ലെൻഡറിനയുടെ പാവ വെച്ചുള്ള എൻഡിങ് അല്ലായിരുന്നോ ഗൈസ്? അങ്ങനെ നമ്മൾ ഗ്രാനിയുടെ വീട്ടിൽ നിന്ന് മെയിൻ ഡോർ എസ്കേപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം.